എന്റെ മോൻ വന്നോ? ഞാൻ രാവിലോട്ട് കാത്തിരിക്കുകയാണ്. നീ എങ്ങനെ വന്നു? കാറില്. കാറിലോ? എന്നിട്ട് കാറോടെ? ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ഇതാണോ മോന്റെ കാറ്? മോനേതാ? ആ, സൂക്ഷിച്ച് ഓട്ടിക്കണേ. തട്ടിയും മുട്ടി അപകടമൊന്നും വരുത്തി വയ്ക്കരുത്. നല്ല വണ്ടി. മോൻ കാറപ്പോ വാങ്ങിച്ചു? ഞാൻ വാങ്ങിച്ചതല്ലമ്മേ, സർക്കാർ വണ്ടിയാ. ആരുടേതായാലും എന്താ, കാറ് തന്നെ. മോനെ, നീ കാറി വരുന്നത് കവലയിൽ എല്ലാരും കണ്ടോ? പിന്നെ ഞാൻ കൈയും തലമൊക്കെ പുറത്തേക്കിട്ടല്ലേ ഇരുന്നത്. ഈ അമ്മയ്ക്ക് ഒരു വിവരമില്ല. നല്ല മീനാ, കഴിക്ക. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. നേരത്തും കാലത്തും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് ആരാ അവിടെ വിളമ്പിത്തരാൻ? അമ്മയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞ അമ്മ കേൾക്കുവോ? ഞാൻ എങ്ങനെയാ മോനെ ഈ വീടും പറമ്പും ഒക്കെ വിട്ടിട്ട് അങ്ങോട്ട് വരുന്നത്? എന്തിനാ അമ്മ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്നത്? അമ്മയ്ക്ക് ഈ വീടും പറമ്പും ഒക്കെ എന്റെ കൂടെ പോന്നൂടെ? അങ്ങനെ ധൃതി പിടിച്ചാൽ നല്ല വില കിട്ടുമോ? ആർക്കെങ്കിലും വെറുതെ കൊടുത്തിട്ട് പോരാൻ പറ്റുമോ? മോനെ, നീ ഇങ്ങനെ നടന്നാ മതിയോ? വയസ്സ് 30 കഴിഞ്ഞു. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എനിക്കിനി കല്യാണമൊന്നും വേണ്ടമ്മേ. നീ ഇപ്പോഴും അവളെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. അവക്ക് കല്യാണവും കഴിഞ്ഞ് ഒരു കുട്ടിയായി. ഇനിയും നീ അവളെ മറന്നില്ലേ? എന്താ മോളെ, നാപ്പിച്ച് പോയില്ലേ? ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ നേരം വൈകി, ബസ്സും കിട്ടിയില്ല. ഞാനിങ്ങി പോന്നു. ഇന്നലെ ലീവായിരുന്നു, ഇന്നും കൂടെ ആയാലോ? അത് സാരമില്ല അച്ഛാ, നാളെ ലീവ് എഴുതി കൊടുത്താ മതി. ഇല്ല, രാത്രി അവൻ ബഹളം ഉണ്ടാക്കുന്ന കേട്ടല്ലോ മോളെ. അതെന്നാണ് അച്ഛാ ഇല്ലാത്തത്? താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതല്ലേ? എന്റെ ഈശ്വര, എന്റെ മോക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ച വിനയാ. പാവപ്പെട്ടവനായാലും ആ കൃഷ്ണനുണ്ണി ആയിരുന്നെങ്കിൽ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ അതും ഇതൊക്കെ പറയുന്നത്? ആ, അതും ശരിയാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? പാവപ്പെട്ടവനായാലും ആ കൃഷ്ണനുണ്ണി ആയിരുന്നെങ്കിൽ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. നീ പുറത്തിറങ്ങിയാണല്ലോ കൊന്നളഞ്ഞ. കേസ് തോറ്റുപോയോ? ഹൈക്കോർട്ടുണ്ടല്ലോ, നോക്ക. ഞാൻ വിടില്ല. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും. അമ്മാവൻ എന്തിനാ ഈ നിസ്സാരം വരമ്പ് കേസിനും പുലിവാലിനൊക്കെ പോകുന്നത്? ഓടാ, നിനക്കെന്തറിയാം? ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ വിടില്ല. കേസ് പറഞ്ഞു പറഞ്ഞ് സ്വത്തുക്കൾ തീരാറായി. അമ്മാവ, രാധികയുടെ എന്റെ കല്യാണം ഇനി എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത്? അമ്മാവന് ഇഷ്ടമില്ലെങ്കിൽ ആളെങ്കിലും തുറന്നു പറഞ്ഞാൽ മതി. വിക്രമൻ എന്താ ഒരു കുറവ്? എന്തുകൊണ്ടും അവൻ നിനക്ക് അനുയോജ്യനാണ്. എനിക്കാണെങ്കിൽ വയസ്സായി. ഈ സ്വത്തും കൃഷിയൊക്കെ ആരെ കൊണ്ട് കഴിയും നോക്കിക്കൊണ്ട് നടത്താൻ? ഒന്നുവിളി അവൻ നിന്നെ പുറച്ചെടുക്കണല്ലേ. അവൻ ആകെ കൂടി ഒരു കുറവുണ്ടെന്ന് പറയാൻ വലിയ പഠിത്തമില്ല. ഇപ്പോഴത്തെ കാലത്ത് പഠിത്തം കൊണ്ട് ഒരു പ്രയോജനമില്ല. നോക്ക്, ഞാൻ തീയതി നിശ്ചയിക്കാൻ പോവുകയാണ്.
ഒരു രാത്രിക്ക് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നീ അച്ഛനോട് ചോദിച്ചോ? ഏത് കാര്യം? താഴത്തെ പാടവും ആർവർ കണ്ടോ എന്റെ പേരിൽ എഴുതരാൻ? ഞാൻ ചോദിച്ചില്ല. നിന്റെ തന്തയുണ്ടല്ലോ, എല്ലാം വെച്ച് മുടിച്ചു. 365 ദിവസവും കേസും കൂടുതലായിട്ട് നടപ്പാ. എന്തായി? ഇപ്പൊ സമാധാനായില്ലേ? ഇനി അതിന്റെ മുകളിലൊരെണ്ണമുണ്ട്, സുപ്രീം കോർട്ട്. അങ്ങോട്ട് വയ്ക്കോ. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം വക്കീലന്മാർക്കും കോടതിയിലും കൊണ്ട് കൊടുത്താൽ അവസാനം അച്ഛനും മകളും കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നാടുകളെ തെണ്ടേണ്ടി വരും. നിൽക്കുന്നു നിങ്ങൾ മോള്. ഞാൻ എന്റെ പാട്ടിന് പൊടിയും തൂത്തങ്ങി ഇറങ്ങി പോകും. വിക്രമ, ഞാനാകെ തളർന്ന് തകർന്ന് വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്നേഹമായിട്ട് നിനക്ക് എന്നോട് സംസാരിച്ചുകൂടെ? പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തുണ്ട് ഭൂമി വിറ്റാൽ അപ്പോൾ അറിയാം വിക്രമൻ ആരാണെന്ന്. 10 കാശ് സ്ത്രീധനം വാങ്ങിയിട്ടല്ല ഞാൻ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചത്. ഇന്ന് തന്നെ ഇനിയുള്ള സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതരണം. ഞാൻ ആധാരം എടുത്തേരം മേനോനെ കാണാൻ പോവുകയാണ്. വിക്രമ, കുടിയും തുടങ്ങിയോ? കുടിക്കും കുടിക്കും, ഇനിയും കുടിക്കും. അല്ല, നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ. മുടിപ്പിക്കും, മുഷവന് കുട്ടിച്ച് മുടിപ്പിക്കും. ആ, നിങ്ങളും കുറെയൊക്കെ മുടിപ്പിച്ചതല്ലേ. എനിക്കിഷ്ടമുള്ളത് ഞാനും ചെയ്യും. ദ്രോഹി. എന്താടി ആരെ ഓർമ്മിച്ചോണ്ടിരിക്കുക? നിന്റെ മറ്റവനെ ആയിരിക്കും. ഒറ്റയ്ക്കിരിക്കണ്ട, ഇതും കൂടി വായിച്ചോണ്ടിരുന്നു. നിന്റെ മറ്റവും പണ്ട് നിനക്ക് അയച്ച പ്രേമലേഖനങ്ങളാ. ഇന്നാ വായിച്ചിരുന്നു, സൂചിച്ചോടി. ആ, അതിങ്ങ തന്നാ മതി. തനിക്കെന്താ രൂപ മടി? നശിച്ചു മത്തായി. രൂപയൊന്നും ഇനി എന്റെ ഈ തരണ്ട, എല്ലാം അവന്റെ ഈ കൊടുത്താ മതി. പോസ്റ്റ്. അച്ഛാ, എനിക്ക് ജോലി കിട്ടി. എവിടാ മോളെ? എറണാകുളം RD ഓഫീസിൽ. 10 ദിവസത്തിനകം ജോയിൻ ചെയ്യണം. കൃഷ്ണ, ഗുരുവായൂരപ്പ. മോളെ, നിനക്ക് എന്താ? ഒന്നുമില്ല അച്ഛാ. ഹലോ. ആ, ഗുഡ് ഈവനിങ് സർ. അല്പം തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വിളിക്കാൻ. ഞാൻ വിചാരിച്ച് ഞങ്ങളെയൊക്കെ മറന്നുപോയിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ആ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ മല്ലികയുടെ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായി സാർ? എന്താകാൻ, പഴയ പടി തന്നെ. അവളോട് പറഞ്ഞ് ഞാൻ മടുത്തു. സാർ വിരോധമില്ലെങ്കിൽ ഞാൻ മല്ലികയുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. ഓഫ് കോഴ്സ്. പക്ഷെ ഉണ്ണി സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിവേ യു ട്രൈ. ശരി സാർ, ഞാൻ വരാം സാർ. ഓക്കെ.
മല്ലികേ, ഉണ്ണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അച്ഛനെവിടെ? അച്ഛൻ പുറത്തു പോയിരിക്കാം. ഉണ്ണി ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, മല്ലി എവിടെ ഇരിക്കൂ. എന്താ? ഇരിക്കൂ. ആ കൈ നോക്കട്ടെ. എന്തിനാ? കാണിക്ക, എന്നിട്ട് പറയാം. ഇപ്പോ ഈ രേഖകൾ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടി. ഇനി സമയമായി. എന്തിനാ? വിവാഹം കഴിക്കാൻ. മല്ലികയെ, മല്ലികയോട് തുറന്നു പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് പറയാം. മല്ലിക എത്രയും വേഗം വിവാഹം കഴിക്കണം. മേനോൻ സാർ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് അറിയാമോ? മല്ലിക എന്താ ഒന്നും മിണ്ടാത്തത്? ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നില്ല കുട്ടി. മല്ലികയുടെ ഈ മനോഭാവത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. മല്ലികയുടെ മനസ്സറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതല്ലേ. ഇനി എന്നൊരു സഹോദരനായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ലേ? പറയൂ മല്ലികേ. ഇനി ഒന്ന് ചിരിക്കും.